2026 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ PK കുഞ്ഞാലിക്കുട്ടി തന്നെ നയിക്കുമെന്ന സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അത് ലീഗിന്റെ പ്രഖ്യാപിത നിലപാടാണെന്നും പ്രതികരണം. UDFന്റെയും ക്യാപ്റ്റൻ PK കുഞ്ഞാലിക്കുട്ടിയുടെയും തന്നെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞു. അത് ലീഗിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണല്ലോ. കുഞ്ഞാലി സാഹിബ് തന്നെയാണല്ലോ. കുഞ്ഞാലി സാഹിബിന് ഞങ്ങളുടെ ക്യാപ്റ്റൻ അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ ആയിരിക്കും നയിക്കുക. നോ പ്രോബ്ലം. അതെ അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി യുവനേതാക്കൾക്ക് വഴിമാറുമോ എന്നുള്ളൊരു ചർച്ച ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷേ 2026 അത് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പ്രതികരണം ഇപ്പോൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ഒരു പരിപാടിയിൽ ലീഗ് അധ്യക്ഷനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പരാമർശമാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇക്കാര്യം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവർത്തിച്ചത്. അതായത് ലീഗിനെ 2026 നയിക്കുക PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. അതൊരു പുതിയ കാര്യമല്ല, അത് പ്രഖ്യാപിത നിലപാട് തന്നെയാണ് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവർത്തിക്കുകയാണ്. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാം അടക്കമുള്ള ലീഗ് നേതാക്കളും സാദിഖ് അലി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല. അതിനിടയിലാണ് ഒപ്പമുണ്ടായിരുന്ന PMA സലാം ലീഗിനെ മാത്രമല്ല UDFനെ നയിക്കുന്നതും PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന സാംസ്കാരിക പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യം പരാമർശം നടത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടിനെയായിരിക്കും നയിക്കുക. മാത്രവുമല്ല, അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ UDFൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാം, ഉപമുഖ്യമന്ത്രിയാകാം. എന്തായാലും ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അത് ഇന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം PMA സലാമും. സ്മൃതി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.